ഈ മേഖലയിൽ പുതിയതായി വരാൻ താല്പര്യമുള്ളവർ ഇതിനെക്കുറിച്ച് നല്ല ഭംഗിയായി പഠിക്കുകയും പുൽകൃഷി ചെയ്യുകയും വന്നാൽ ഈ മേഖല ഒരിക്കലും നഷ്ടം വരില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് വെറുതെ നടക്കുന്ന സമയം ഇതിൻ്റെ പുറകെ നടക്കാൻ കഴിയും. ചെറുപ്പക്കാർക്ക് ഒരു ജീവിത മാർഗ്ഗമാണ്. ഇത് ഓട്ടോമാറ്റിക് ഡ്രിങ്കറാണ്. അത്യാവശ്യമുള്ള വെള്ളം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് നിറയുകയും കുടിക്കുന്നതിനൊപ്പം നിറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഈ കാണുന്ന ഇനം ടാർ പാർക്കറാണ്. ഇത് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതിൻ്റെ കുട്ടിയാണ്. ഈ പശു എനിക്ക് ഇപ്പോൾ ഈ വർഷം അവാർഡ് കിട്ടിയ പശുവാണ്. മിൽമയുടെ അവാർഡ് കിട്ടിയ പശുവാണ്. ഏറ്റവും നല്ല പശു. എൻ്റെ പേര് വിജയകുമാർ. വിജയ ഡയറി ഫാം എന്ന സ്ഥാപനം കല്ലിയൂർ ജംഗ്ഷനിൽ നടത്തുന്ന ആളാണ്. എനിക്ക് 20 വർഷക്കാലങ്ങളായി പശു വളർത്തുന്ന ഒരു ക്രൈസ് ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ പശു HF ജേഴ്സിയാണ് വളർത്തുന്നത്. മിക്സഡായി പാല് കൊടുത്താൽ മാത്രമേ നമുക്ക് അത്യാവശ്യമായ വില കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ഫീൽഡിൽ നഷ്ടം സംഭവിക്കും. HF പാല് കൂടുതലാണ്, പക്ഷേ വില ഫാക്റ്റ് കുറവാണ്. ജേഴ്സിക്ക് ഫാക്റ്റ് കൂടുതലാണ്, വിലയും കൂടുതൽ കിട്ടും. അപ്പോൾ രണ്ടും കൂടെ മിക്സഡായിട്ട് നടത്തുന്നതാണ് ഏറ്റവും നല്ലത്. പശുവിനെ വളർത്തുമ്പോൾ തന്നെ നമ്മൾ അടിസ്ഥാനപരമായി പുൽകൃഷി അത്യന്താപേക്ഷിതമാണ്. പുൽകൃഷി ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു ചെറുകിട ഫാമായാലും പശു വളർത്തലായാലും നമ്മൾ ആരംഭിക്കാവൂ. പുൽകൃഷി കേരളത്തിൽ പല വെറൈറ്റികളുണ്ട്. അതിൽ സുഗുണ എന്ന് പറയുന്ന നമ്മുടേതായ ഒരു വെറൈറ്റിയാണ്. കാർഷിക കോളേജ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. CO1, CO2, CO3, CO4, CO5 ഇതെല്ലാം നല്ലതാണ്. സൂപ്പർ നാപ്പിയർ എന്ന് പറഞ്ഞിപ്പോൾ ഒരു പുല്ല് വന്നിട്ടുണ്ട്, അത് നല്ലതാണ്. ഈ പുൽകൃഷി നമ്മൾ ഇതിൻ്റെ സ്ലറി ഉപയോഗിച്ച് നടത്തക്ക രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സൂപ്പർ നാപ്പിയർ എന്ന ഇനമാണ് ഈ കാണുന്നത്. കൃഷി ചെയ്യുന്ന 1.5 മാസത്തിലൊരിക്കൽ ഇത് പുൽകൃഷി കറക്റ്റായി വെള്ളവും സ്ലറിയും കിട്ടുകയാണെങ്കിൽ 1.5 മാസത്തിലൊരിക്കൽ ഇത് കട്ട് ചെയ്യാൻ സാധിക്കും. ഒരു ചുവട്ടിൽ നിന്ന് ഒരു 10 കിലോ പുല്ല് വരെ കിട്ടും. നല്ല ഭംഗിയായി വെള്ളമൊക്കെ കോരി എടുക്കുകയാണ്. ഒരു ദിവസം 2 നേരം മാത്രമേ തീറ്റ കൊടുക്കാറുള്ളൂ. തീറ്റ കൊടുക്കുന്നത് ആദ്യം ഒന്നിൽ വൈക്കോല് അല്ലെങ്കിൽ സൈലേജ്, അതിന് ശേഷമാണ് കാലിത്തീറ്റ കൊടുക്കുന്നത്. രാത്രിയിലും പകലും 2 സമയം ഒരേപോലെയാണ് കൊടുക്കുന്നത്. ദഹന പ്രക്രിയയ്ക്ക് നല്ലതാണ്. 2 നേരം എല്ലാ ദിവസവും കുളിപ്പിക്കാറുണ്ട്, കാലത്തും വൈകിട്ടും. നല്ല ഭംഗിയായി തല വരെ അടിച്ച് നനച്ച് കുളിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പശു വളർത്തുമ്പോൾ എപ്പോഴും നമ്മൾ സ്ഥിരമായി ഇളംകുട്ടി വളർത്താൻ പാടില്ല. കുറച്ച് ചെന, കുറച്ച് ഇളം ചെന, മറ്റേ നല്ല പാല് കിട്ടുന്നത്, ഇങ്ങനെ മാറി മാറി വളർത്തിയാൽ മാത്രമേ എപ്പോഴും മിനിമം പാല് നമുക്ക് കിട്ടുകയുള്ളൂ. എനിക്ക് 400 ലിറ്റർ പാൽ എപ്പോഴും അത്യന്താപേക്ഷിതമാണ്. എങ്കിലേ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. 30 കറക്കുന്ന പശുക്കളാണ് ഉള്ളത്. 400 ലിറ്റർ പാല് ദിവസവും കിട്ടും. കാലത്ത് ഒരു 250, വൈകുന്നേരം 150, അങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. KS തീറ്റ കൊടുക്കാറുണ്ട്, സർക്കാർ തീറ്റ കൊടുക്കാറുണ്ട്. കേരള ഫീഡ്സ്, മിൽമ ഇതെല്ലാം കൊടുക്കുന്ന തീറ്റകളാണ്. 1 ലിറ്റർ പാലിന് 400 ഗ്രാം തീറ്റ എന്ന രീതിയിലാണ് തീറ്റ കൊടുക്കുന്നത്. പിന്നെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലേക്ക് വേണ്ടി ഒരു 2.5 കിലോ തീറ്റ എക്സസ് കൊടുക്കാറുണ്ട്. പിന്നെ തവിട് കൊടുക്കാറുണ്ട്, പരുത്തിപ്പിണ്ണാക്ക് കൊടുക്കാറുണ്ട്. ഇതെല്ലാം കിട്ടുന്ന വില താഴ്ന്നു വരുന്ന സാധനം ഏതാണോ അതനുസരിച്ച് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ ഫാം നഷ്ടമില്ലാതെ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ ചെനയ്ക്കും കന്നുകുട്ടിക്കുമായിട്ട് KS പുഷ്ടിമ എന്ന് പറഞ്ഞൊരു പുതിയ ഇത് വന്നിട്ടുണ്ട്. നല്ല തീറ്റയാണ്. അത് ചെനയ്ക്കും കന്നുകുട്ടിക്കും മാത്രം, പാൽ ഉൽപ്പാദനത്തിനുള്ളതല്ല, പ്രോട്ടീൻ കൂടുതലായി ചേർത്ത് അതിൻ്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതം. ഇത് ഓട്ടോമാറ്റിക് ഡ്രിങ്കറാണ്. അത്യാവശ്യമുള്ള വെള്ളം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് നിറയുകയും കുടിക്കുന്നതിനൊപ്പം നിറഞ്ഞു കൊടുക്കുകയും ചെയ്യും. കുറയുന്ന വെള്ളം താഴ്ന്ന് മേളിലോട്ട് കയറിക്കൊള്ളും. അപ്പോൾ എപ്പോഴും വെള്ളം അതിൽ കാണും. ടാങ്കിൽ മാത്രം നമ്മൾ വെള്ളം നിറച്ചു കൊടുത്താൽ മതി. ഇത്രയെങ്കിലും ഹൈറ്റ് വേണം. അപ്പോൾ നമുക്ക് ഫാനൊക്കെ ഇട്ടാൽ വലിയ പ്രശ്നമില്ല, കൊതുക് വരത്തില്ല. ഇവിടെ യൂറിൻ ഒന്നും തന്നെ മേളിൽ കെട്ടി നിൽക്കാറില്ല. എല്ലാം അണ്ടർഗ്രൗണ്ടിൽ അങ്ങ് പോവുകയാണ്. പോയതിന് ശേഷം സ്ലറിയായി അങ്ങ് താഴെ പോവുകയാണ് പതിവ്. ഇത് കുറേയൊക്കെ ബയോഗ്യാസിലും പോകും. അപ്പോൾ എപ്പോഴും വൃത്തിയായിരിക്കും. ഈച്ച കാണത്തില്ല, കൊതുക് കാണത്തില്ല, അങ്ങനെയുള്ള ഗുണങ്ങളുണ്ടാവും. കാലാവസ്ഥയ്ക്കനുസരിച്ച് ചൂട് സമയത്ത് ബുള്ളിനെ വെച്ച് മാറ്റ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മുടെ സമയം എന്താണെന്ന് അറിയില്ല, അത് പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, റിസൾട്ട് വളരെ കുറവാണ്. ഇപ്പോൾ ഇവിടെ പിടിക്കാതെ വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ബുള്ള് വെച്ചപ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നമില്ല, എല്ലാം തന്നെയാവുന്നു.
കാണുന്ന ഇനം ടാർ പാർക്കറാണ്. ഇത് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതിൻ്റെ കുട്ടിയാണ്. ഈ പശു എനിക്ക് ഇപ്പോൾ ഈ വർഷം അവാർഡ് കിട്ടിയ പശുവാണ്. മിൽമയുടെ അവാർഡ് കിട്ടിയ പശുവാണ്. ഏറ്റവും നല്ല പശു. മുറ എരുമയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഇപ്പോൾ ഒരു 18-17 ലിറ്റർ പാൽ വീതം കിട്ടുന്ന എരുമകളാണ്. ഒരു 40 ലിറ്റർ പാലിൽ ഒരു 2 ലിറ്റർ എരുമപ്പാലൂടെ വന്നാൽ എങ്ങനെയായാലും 1 ലിറ്റർ പാലിന് ഒരു 4 രൂപ 5 രൂപ മാറി വീഴും. അപ്പോൾ മിക്സഡായി കൊടുക്കുന്നതാണ് നല്ല എപ്പോഴും. നമ്മൾ 15 വർഷക്കാലങ്ങളായി ഈ ബയോഗ്യാസാണ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഗ്യാസ് ചെയ്യുന്ന കിട്ടുന്നുണ്ട്. 2 ഗുണമാണ് ഉള്ളത്. ഒന്ന്, ഇതിൻ്റെ ഗ്യാസ് പുറത്ത് പോയി ഇതുണ്ടാകത്തില്ല, അത് ഗ്യാസായി മാറി വരും. അപ്പോൾ സ്ലറിക്ക് സ്മെല്ലുണ്ടാവില്ല. ഇവിടെ സാധാരണ ഒരു ചാക്ക് ചാണാപ്പൊടി നമ്മൾ ഉണക്കി കൊടുക്കുകയാണെങ്കിൽ 180 രൂപ ഒരു ബാഗ് തീറ്റ, കാലിത്തീറ്റ വരുന്ന ബാഗിന് കിട്ടുന്നുണ്ട്. അതൊരു നല്ല അസറ്റാണ്. എനിക്ക് വീട്ടിലേക്ക് ആവശ്യമായ മലക്കറികളെല്ലാം തന്നെ ഞാൻ ഇവിടെയും താഴെയായി ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ മലക്കറിയും നമുക്ക് ആവശ്യത്തിന് ദിവസവും കിട്ടും. അതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു പ്രശ്നമില്ല. അതിൽ വിഷങ്ങളോ ഒന്നും പരത്തില്ല. ചാണകവും ചാമ്പലും ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. പശു വളർത്തുമ്പോൾ ആദ്യമായി നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ വേണം ഒന്നാമതായി ഒരുക്കേണ്ടത്. ഒന്ന്, പുൽകൃഷി. രണ്ടാമത്, നല്ല ഉയർച്ചയുള്ള തൊഴുത്ത്, ഫാന്, മാറ്റ്, ഓട്ടോമാറ്റിക് ഡ്രിങ്കർ. ഇതെല്ലാം വളരെ അത്യന്താപേക്ഷിതമാണ്. ഈ മേഖലയിൽ നല്ല ഭംഗിയായി പഠിച്ചതിന് ശേഷം മാത്രമേ തുടരാവൂ. അല്ല 1-2 പശു വാങ്ങി കെട്ടി നഷ്ടം നിർത്തിയിട്ട് പോയി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പഠിച്ച് നടത്തിയാൽ ഒരു കാരണവശാലും കേരളത്തിൽ പശു വളർത്തൽ നഷ്ടം സംഭവിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ 25 വർഷക്കാലങ്ങളായി പശു വളർത്തുന്ന ആളാണ്. 5 പശുക്കൾ തുടങ്ങിയതാണ്. എനിക്കിപ്പോൾ 40ഓളം പശുക്കൾ നിലവിലുണ്ട്. കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതും പശുവാക്കുന്നതും നല്ലതാണ്. ഇപ്പോൾ പശുവിന് വളരെയേറെ വില കൂടുതലാണ്. 1 ലക്ഷം 1.25 ലക്ഷം രൂപ വരെ ഇപ്പോൾ കൃഷ്ണഗിരിയിലോ ബാംഗ്ലൂരോ ഒക്കെ പോയാൽ പശുവിന് കൊടുക്കുന്നു. നല്ല പശുക്കൾ കൃഷ്ണഗിരിയിലുള്ളതാണ് ഞാൻ എടുത്തു വരുന്നത്. തമിഴ്നാട്ടിലെ പശുക്കളും തരക്കേടില്ല. അപ്പോൾ നല്ല അടിസ്ഥാനപരമായ പാൽ കിട്ടത്തക്ക പശുവിനെ വേണം നമ്മൾ വളർത്തേണ്ടതല്ല. എണ്ണം കൂട്ടിയിട്ട് കാര്യമില്ല. ഒരു മിനിമം 25 ലിറ്റർ പാലെങ്കിലും ഒരു ദിവസം കിട്ടണം. കിട്ടിയാൽ മാത്രമേ ഇത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഞാൻ സൊസൈറ്റിയിലാണ് പാൽ കൊടുക്കുന്നതെങ്കിൽ തന്നെയും വില അല്പം കുറവാണ്. ഞാൻ ആ സൊസൈറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് അവിടെ മാത്രമേ കൊടുക്കാൻ കഴിയൂ. എന്നാലും എനിക്ക് 45 രൂപ 46 രൂപ 1 ലിറ്റർ പാലിന് വില കിട്ടുന്നുണ്ട്. ഈ മേഖലയിൽ പുതിയതായി വരാൻ താല്പര്യമുള്ളവർ ഇതിനെക്കുറിച്ച് നല്ല ഭംഗിയായി പഠിക്കുകയും പുൽകൃഷി ചെയ്യുകയും വന്നാൽ ഈ മേഖല ഒരിക്കലും നഷ്ടം വരില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് വെറുതെ നടക്കുന്ന സമയം ഇതിൻ്റെ പുറകെ നടക്കാൻ കഴിയും. ചെറുപ്പക്കാർക്ക് ഒരു ജീവിത മാർഗ്ഗമാണ്. ഭംഗിയായി പഠിച്ചു വളർത്തണമെന്നുള്ള ഒരു പോളിസി മാത്രം നമ്മൾ എടുത്താൽ മതി. എനിക്ക് കേരള ഗവൺമെൻറ് സംസ്ഥാന അവാർഡ്, ജില്ലാ അവാർഡ്, സോൺ അവാർഡ് എല്ലാ അവാർഡുകളും കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സബ് ഇൻസ്പെക്ടറായി റിട്ടയർ ചെയ്ത് വന്നു. എന്നെ സഹായിക്കുന്നതിലേക്ക് വേണ്ടി ഭാര്യ, മക്കളെല്ലാം ഇതുമായി സഹകരിച്ച് മുമ്പോട്ട് പോകുന്നവരാണ്. ഞാൻ ഇല്ല എങ്കിൽ തന്നെ ഇവിടെ കാര്യങ്ങളെല്ലാം മുറപോലെ നടന്നു.